വിലപ്പെട്ടോ പുറത്താരാ നോക്കിയേ? അത് നോക്കാനൊന്നുമില്ല, അത് ഡാനി തന്നെ. ഈ വീട്ടില് ഇത്ര അധികം ആൾക്കാരുണ്ടായിട്ടും പുറത്തുനിന്ന് വരുമ്പോ ഡാനി മാത്രമേ ആ മണി അടിക്കൂ. അതാണ് ഞാൻ അങ്ങ് പറഞ്ഞു കൊടുക്കും ചേട്ടാ. ഇവിടെ ബാക്കി കുറെ അവന്മാരുണ്ട്. ആ മണി അവൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഓ പിന്നെ മണി അടിച്ചു വരാതെ അമ്പലമൊന്നുമല്ലല്ലോ. ക്രിസ്ത്യൻ പള്ളിയല്ല, മുസ്ലിം പള്ളിയല്ല. അതിന് മുസ്ലിം പള്ളി അവിടെ മണി എന്ത് പറഞ്ഞാലും ഞങ്ങൾ ചെയ്യുന്നത് ചേണ്ട ചായലല്ലേ. മോനെ പഞ്ചാര അത്യാവശ്യത്തിന് അതിലുണ്ട്. മോനല്ലെങ്കിലും കോളേജിൽ പഞ്ചാര പഞ്ചാരക്കുട്ടൻ. ഇനി ടച്ച് യൂസ് ഒന്നുമില്ല ഏട്ടാ. നീ എന്നിട്ട് ചോദിച്ചടാ. ഹലോ, അത് ഞാൻ തിരക്കിലായിരുന്നു. അത് ഞാൻ തിരക്കിലായിരുന്നു. അത് നീ കാര്യം പറ, ഞാൻ ഇപ്പൊ തിരക്കില്ല. ആ ആ വരാം. ആരടാ മെറിന? അവളവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോ എന്തായിരുന്നു ഇപ്പൊ എന്തിയേ? ഇന്നാ ടച്ചിങ്. അല്ല, ഇന്ന് ഞായറാഴ്ച അവധി ദിവസമായിട്ട് എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഉച്ചക്ക് എന്താ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വേണ്ടത്? കഞ്ഞി ചമ്മന്തി. സ്പെഷ്യലായിട്ടൊന്നും വേണ്ട. ഇന്ന് ചേട്ടാ റെസ്റ്റ് എടുത്തോ. ഇന്ന് ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. ഡാനിയാണേ മൊയിലാളി ഡാനിയാണേ മൊയിലാളി ഡാനിയാണേ മൊയിലാളി ഡാനിയാണേ മൊയിലാളി താരമാണേ മൊയിലാളി താരമാണേ. മോഹൻലാലിന്റെ ട്രൗസർ കീറോ? അതിന് വലിയ ഉറപ്പൊന്നും ഇല്ലാട്ടാ. ഇവന്റെ നല്ല ട്രൗസർ എന്തോ നാടേ പോയി. ഹലോ ഹലോ, എത്താറായാ? ദേ വരുന്നു. നീ എവിടെയാ? ഞാനിവിടെ ഫ്രണ്ട്സിന് വീട്ടില. ഓ, അത് പിന്നെ അങ്ങനെയാണല്ലോ. നിനക്ക് എന്നേക്കാൾ വലുത് അവരല്ലേ. ഞാൻ പോവാ. പോലെ ഒരു 10 മിനിറ്റ് ഞാനത് ഇറങ്ങി. അപ്പൊ നിങ്ങൾ കളിക്ക്, ഞാൻ പോയിട്ട് വരാം. മുതലാളി പോവാണാ? ആടാ, അവളായിട്ട് അങ്ങ് പോവോ? ഞങ്ങളുടെ പട്ടിനെ ഔട്ടാ. ഇല്ലടാ, നിങ്ങ വിളിച്ചാ ഞാൻ വരും. ആ കളിക്ക് ഇതട്ട് ആ ബ്ലാക്ക് എടുത്ത് മറ്റേ വൈറ്റ് ഇട്ട്. ആ അതന്നെ. ടൈം വീണല്ലേ? ആ പൊളിച്ചു. അടുത്തോട്ട് ആ ഇതെടുക്ക്. റെഡ് വീഴോ? റെഡ് ഒന്നും വീടൂല മോനെ. കേട്ടാ പുല്ലേ, നീ എന്നെ രക്ഷട്ട് കഴിയ. ഏത് ഷർട്ട്? ഏത് രക്ഷട്ടുന്ന? എനിക്ക് നാളെ കോളേജ് പോകുമ്പോ സ്ട്രൈക്ക് എടുത്താള. സ്ട്രൈക്ക് എടുത്താൻ റെഡ് ഷർട്ട് തന്നെ വേണം സഖാവേ, വേറെ ഷർട്ട് ഒന്നുമില്ലേ? കണ്ടിട്ട് കൊതിയിട്ട് പോലടാ. സാധനം വിളിച്ചാലോ? വിളിക്കാം സാധനം വിളിക്കാം. വേലപ്പെട്ട കുഴപ്പമിട്ടാ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേലപ്പെട്ട അറിയില്ല, ഞാൻ ഗ്യാരണ്ടി ഉറപ്പ്. സാധനം മേടിക്കാം. നീ സാധനം മേടിച്ച് വന്നിട്ട് വേണം വേലപ്പെട്ട കാണാൻ. ആ അതന്നെ. ഓ ഡാനീനെ വിളിക്ക്. ഹലോ എടാ, നീ എവിടെ എത്തിയാ? ഇല്ലടാ, പോയിക്കൊണ്ടിരിക്കുന്നു. എടാ നീ വരുമ്പളേ എമ്മച്ചി ഓടിച്ചിട്ടോ? വേലപ്പേട്ടൻ പ്രശ്നമാക്കോ? അതിനൊക്കെ വഴിയുണ്ടാ. ഹലോ ഇതാണ് ഓജോ പോൾ. അതറിയില്ലേ? ഭൂമിയിൽ ബാക്കി വെച്ച ആഗ്രഹങ്ങളുമായി മരിച്ചുപോയ ആത്മാക്കളോട് നേരിട്ട് സംസാരിക്കാൻ വേണ്ടി പണ്ട് മുതലേ വിദേശത്തുള്ളവർ
ഈ ഓജോ ബോർഡാണ് ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ട്. എടാ നമുക്കൊന്ന് ശ്രമിച്ചാലോ? പിന്നൊരു കാര്യം, ആത്മാക്കളെ എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ വിളിക്കുന്ന ആളിന്റെ ഒപ്പം കൂടും. അത് അപകടമാണ്. ഇതൊക്കെ ചേട്ടൻ എങ്ങനെ അറിയാം? അറിയോന്ന ഇത് ഞാനല്ലേ കൊണ്ടുവന്നേ. ഞാൻ പണ്ട് കേണലിന്റെ വീട്ടിൽ കുക്കായിരുന്നപ്പോ എന്നും രാത്രി 2 അടിച്ച് മൂപ്പർക്ക് ഇത് തന്നെയായിരുന്നു പണി. ഞാൻ എത്ര ആത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒക്കെ കേണൽ വീട്ടിൽ വെച്ച് കൊന്ന ആത്മാക്കളായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാലേ. നോക്കണം. Please come. Good spirit, please. Good spirit, please come. ഹനുമാൻ എന്താ ചോദിക്കാം? സ്ഥലം ചോദിക്കാം. Which is your country? India. പെണ്ണാണെന്ന് ചോദിക്കും. Are you female? പെണ്ണല്ല. ആണോ? നീ വയസ്സ് വെച്ചോ? How old are you? ആൾ മരിച്ചിട്ട് എത്ര ആളായി നോക്കി? How many years of your assassination? The 10 ആയിട്ടുള്ളൂ. അപ്പൊ ഇത് സ്വാഭാവിക മരണമല്ല. നീ പേരൊന്ന് ചോദിച്ചേ. What is your name? Hey. Why? Danny. Danny. ഹലോ മിസ്റ്റർ ഗോപി, ഞാനിവിടുത്തെ SI ആണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ബൈക്ക് ആക്സിഡന്റ് ആയി. ഒരു 20 മിനിറ്റ് മുൻപ് ആള് മരിച്ചുപോയി. പുള്ളിയുടെ ഫോണിൽ നിന്നും അവസാനം വിളിച്ച നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചതാണ്. ഇത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഹലോ ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ?
നിങ്ങളൊന്ന് വിളിച്ചാ ഞാൻ വരും.